ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കാലം സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദീർഘകാലം സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ മണം ഒട്ടും പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗാർലിക് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിലുള്ള ഗാർലിക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ എടുക്കുന്ന സമയം ഗാർലിക് കുറച്ച് കൂടുതലായിട്ടും ജിഞ്ചർ കുറച്ച് കുറച്ചിട്ടാണ് എടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള വെളുത്തുള്ളി നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തത് വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റേ ചെറിയൊരു മോഡലിൽ വരുന്നത് കുറച്ച് പണിയല്ലേ തോലൊക്കെ കളയാൻ. ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നോക്കിയിട്ട് തന്നെ വാങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ദീർഘകാലം ഇത് സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ റമദാനൊക്കെ വരുന്ന ടൈം നമുക്ക് ഇതെന്തായിട്ടും നല്ലൊരു മുൻകരുതലായിട്ട് നമുക്ക് റമദാനിന് മുമ്പേ ആയിട്ട് ഇതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽപ്പിങ്ങും കൂടിയാണ്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ടൈം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വെള്ളം മൊത്തം കളഞ്ഞിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ടിഷ്യൂ വെച്ചിട്ടോ ഇല്ലെങ്കിൽ കോട്ടൺ ടവൽ വെച്ചിട്ടാൽ പറ്റും ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാലൊന്നും കേടാവില്ല. അതുപോലെ തന്നെ മണമൊന്നും പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാണ്ട് തന്നെ ശ്രദ്ധിക്കുക. വെള്ളം മൊത്തം അതിൽ നിന്ന് കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഒരു 1 അവറോ ഇല്ലെങ്കിൽ 2 അവറോ ഒക്കെ ഫാനിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാലും വെള്ളമൊക്കെ വലിഞ്ഞു പോകുന്നതാണ്. അതിനുശേഷം നമുക്കിത് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഒരു മിക്സീൻ്റെ ചെറിയൊരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പകുതിയായിട്ടോ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും പൊടിച്ചെടുക്കേണ്ടത്. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വിനാഗിരിയോ സാൾട്ടോ ഒന്നല്ല. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം സൂക്ഷിക്കുമ്പോൾ മണമൊന്നും ഒട്ടും പോകില്ല കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ട് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറിച്ച് വിനെഗറോ അതുപോലെ തന്നെ സാൾട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിനെഗർ എല്ലാ ഫുഡിലേക്കും നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ വിനെഗർ ആഡ് ചെയ്യാതിരിക്കലാണ് കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ ആ ഫ്ലേവർ കുറച്ചും കൂടി മുമ്പിലായിട്ട് നിൽക്കും. ഇതുപോലത്തെ നല്ല ഗ്ലാസിൻ്റെ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ക്ലീനായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ജാറിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില ഫുഡിൽ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോൾ തക്കാളി വഴറ്റുമ്പോൾ തന്നെ സാൾട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിടുമ്പോൾ സാൾട്ട് കുറച്ച് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാൾട്ട് ഉപയോഗിക്കാത്തത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിട്ടും എല്ലാവരും കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു നമുക്ക് വളരെയധികം കിച്ചണിൽ ഹെൽപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എല്ലാവരും എന്തായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം കിച്ചണിൽ പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം നമുക്ക് വളരെയധികം ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. ആ കുക്ക് ചെയ്യുന്ന ടൈം ഇതൊക്കെ റെഡിയാക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.